ഹലോ എവ്രി വൺ. നമ്മളിന്ന് ലോജിക് ഫാമിലീസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോജിക് ഫാമിലീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് KTU ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ S3 വരുന്ന ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ള പേപ്പറിലെ 5th മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. എല്ലാ ഇലക്ട്രോണിക്സുകാർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക് തന്നെയാണ് ലോജിക് ഫാമിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ബേസിക്കലി നമ്മൾ സിലബസിൽ വരുന്നത്. ഈ സിലബസ് പ്രകാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കും CMOS എന്നുള്ള ടോപ്പിക്കാണ്. CMOS വെച്ച് 3 സർക്യൂട്ട് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. CMOS ഇൻവെർട്ടർ, CMOS NAND ഗേറ്റ് ആൻഡ് CMOS NOR ഗേറ്റ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന 2 ടോപ്പിക്കാണ്. ഒന്ന് TTL, അതുപോലെ ഒന്ന് ECL. ECL എന്നുള്ളത് നമ്മൾ വളരെ കുറച്ച് പറയുന്നുള്ളൂ, കാരണം ECL ജസ്റ്റ് സിലബസിൽ മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. TTL പക്ഷേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ CMOS ആയിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. CMOSൻ്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ആദ്യം NMOS എന്താണെന്നും PMOS എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ CMOS ഡിസൈൻ ചെയ്യുന്നത് എന്ന് പഠിച്ചു. അതുപോലെ CMOSൻ്റെ ഇൻവേർട്ടർ സർക്യൂട്ടും അതുപോലെ CMOSൻ്റെ NAND ഗേറ്റ് സർക്യൂട്ടും അതുപോലെ നമ്മൾ CMOSൻ്റെ NOR ഗേറ്റ് സർക്യൂട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാതെ പോയതാണ് CMOSൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ CMOSൻ്റെ മേജർ അഡ്വാൻറ്റേജ്, ഫസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കുക. ഇറ്റ് കൺസ്യൂം ലെസ് പവർ, ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് അറ്റ് ഹൈ വോൾട്ടേജസ് റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് നോയ്സ് ഇമ്മ്യൂണിറ്റി, ഫാൻ ഔട്ട് ഈസ് മോർ, ബെറ്റർ നോയ്സ് മാർജിൻ. നമ്മൾ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് പറഞ്ഞപ്പോൾ ഈ ഫാൻ ഔട്ടും നോയ്സ് മാർജിനും ഒക്കെ പറഞ്ഞതാണ്. ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ സസെപ്റ്റബിൾ ടു സ്റ്റാറ്റിക് ചാർജ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്വിച്ചിങ് സ്പീഡ് ഈസ് ലോ ആൻഡ് ഗ്രേറ്റർ പ്രൊപ്പഗേഷൻ ഡിലേ. ഇതാണ് ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ CMOS ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. CMOSൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു. നമുക്കിനി TTL ലോജിക് ഫാമിലീസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് TTL ആണ്. TTL എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക്. ഇതിനെയാണ് നമ്മൾ TTL എന്ന് പറയുന്നത്. അപ്പോൾ TTL നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വേർഡ് തന്നെ ക്ലിയർ ആണ്. ദ ട്രാൻസിസ്റ്റർ ലോജിക് ഓർ TTL ഈസ് നെയ്മഡ് ഫോർ ഇറ്റ്സ് ഡിപ്പെൻഡൻസ് ഓൺ ട്രാൻസിസ്റ്റർ അലോൺ ടു പെർഫോം ബേസിക് ഓപ്പറേഷൻ. ട്രാൻസിസ്റ്ററാണ് ഇതിലെ മേജർ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ TTL എന്ന് പറയുന്നത്. TTL ഓഫേഴ്സ് ഹയർ സ്പീഡ് കമ്പയർ ടു RTL ആൻഡ് DTL. നമ്മൾ ഓൾറെഡി ലോജിക് ഫാമിലീസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നു. ഒരു റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്കും ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക്കും അവൈലബിൾ ആണ്. ഇത് രണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും TTLനാണ് ഹയർ സ്പീഡ് വരുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വേർഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാൻഡേർഡ് TTL. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1965. അപ്പോൾ സ്റ്റാൻഡേർഡ് TTL എന്നുള്ളൊരു ലോജിക് ഫാമിലിയാണ് ആദ്യം അതിൻ്റെ ഫസ്റ്റ് വേർഷനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ലോജിക് ഫാമിലീസ് TTLൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ TTL എന്താണെന്ന് പറഞ്ഞു. TTLൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. മെയിനായിട്ട് TTL മെയിനായിട്ട് നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 4 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് TTLനെ ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് കാറ്റഗറി വിൽ ബി സ്റ്റാൻഡേർഡ് TTL. ഇത് ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു എന്താണ് സ്റ്റാൻഡേർഡ് TTL എന്ന്. ദ സെക്കൻഡ് വൺ ഈസ് TTL ടോട്ടം പോൾ ഔട്ട്പുട്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് TTL ടോട്ടം പോൾ ഔട്ട്പുട്ട് എന്നുള്ളത്. അതുപോലെ TTL ഓപ്പൺ കളക്ടർ ഔട്ട്പുട്ട്, അതുപോലെ TTL ട്രൈ സ്റ്റേറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് ഏത് ക്ലാസിഫിക്കേഷൻ സിലബസിൽ പറയുന്നില്ലെങ്കിലും നമ്മൾ TTLൻ്റെ ടോട്ടം പോൾ സർക്യൂട്ടും അതുപോലെ ഓപ്പൺ കളക്ടർ ഔട്ട്പുട്ട് സർക്യൂട്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം TTLൻ്റെ സിലബസിൽ പറയുന്നത് TTLൻ്റെ NAND സർക്യൂട്ടും ഇൻവെർട്ടർ സർക്യൂട്ടുമാണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം TTL ഇൻവെർട്ടറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, TTL ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. വി ഹാവ് സീൻ ദാറ്റ് വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ലോ ദ ഔട്ട്പുട്ട് ഈസ് ഹൈ ആൻഡ് വൈസ് വേഴ്സ. Therefore we can make a logic inverter from NPN transistor in the common emitter configuration. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു TTL ഇൻവെർട്ടർ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനുള്ള NPN ട്രാൻസിസ്റ്ററാണ്. ഈ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമുക്കിവിടെ കാണാം വളരെ ലോ ആയിരിക്കുന്ന ഇൻപുട്ട് വരുന്ന മൊമെൻറ്റിൽ ലോ ഇൻപുട്ട്. അപ്പോൾ എക്സ് ആക്സിസിൽ V ഇന്നും Y ആക്സിസിൽ V ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലോ ഇൻപുട്ട് വരുന്ന സമയത്ത് എനിക്ക് മാക്സിമം വോൾട്ടേജ് കിട്ടും. ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച്
നമ്മുടെ ഔട്ട്പുട്ട് കുറഞ്ഞു വരും. അപ്പം ഒരു ഹൈ വോൾട്ടേജിൽ ഇൻപുട്ട് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളത് വളരെ ചെറിയ വാല്യൂ ആണ്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 0 വോൾട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീൻ ചെയ്യുന്നത്. ലോവർ ഇൻപുട്ട് വോൾട്ടേജിൽ ഹയർ ഔട്ട്പുട്ടും ഹയർ ഇൻപുട്ട് വോൾട്ടേജിൽ ലോവർ ഔട്ട്പുട്ട് വോൾട്ടേജും കിട്ടുന്ന ഒരു സർക്യൂട്ടാണ് TTL ഇൻവെർട്ടർ. നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, TTL ഫിഗർ ഷോസ് ദി ട്രാൻസിസ്റ്റർ ഇൻവെർട്ടർ ഫോർ ഹൈ ഇൻപുട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു NPN ട്രാൻസിസ്റ്റർ എടുത്തു. ഇത് ബേസ് ടെർമിനൽ, ഇത് കളക്ടർ ടെർമിനൽ, ഇത് എമിറ്റർ ടെർമിനൽ അല്ലേ. സോ ബേസ് ടെർമിനലിലേക്ക് ഞാനൊരു ഹൈ ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു എക്സാക്ട് കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് നിങ്ങളതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഒരു ഹൈ ഇൻപുട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന മൊമെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ബേസിലേക്കാണ് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത്. കളക്ടറിൽ എനിക്ക് കിട്ടുന്ന വോൾട്ടേജ് മിനിമം ആയിരിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം, ഒരു ഹൈ ഇൻപുട്ട് വരുമ്പോൾ വെൻ ദ ഇൻപുട്ട് ഈസ് ഹൈ ദ ഔട്ട്പുട്ട് വിൽ ബി ജനറേറ്റഡ് വിൽ ബി ലോ. അപ്പോൾ നിങ്ങൾ നോക്ക്, അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ബേസിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ലോ ആണെങ്കിൽ VCC സപ്ലൈ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. നമ്മളിപ്പോൾ ബേസിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഹൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക്. അപ്പോൾ നമ്മൾ ബേസിക്കലി, അല്ലെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം, നമ്മളിപ്പോൾ ഇൻപുട്ടിലേക്ക് ഒരു വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എമിറ്ററും കളക്ടറും ഷോർട്ട് ആവുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ബേസിക്കലി ഈ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യലായിരിക്കും ഔട്ട്പുട്ടിൽ വരിക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, നമ്മളൊരു ഹയർ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന മൊമെൻറ്റിൽ ഒരു ലോവർ ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് കിട്ടും. അതുകൊണ്ട് നമുക്കിതിനെ ബേസിക്കലി പറയാം TTL ഇൻവെർട്ടർ എന്ന് പറയാം അല്ലേ. ഇനി സെക്കൻഡ് കേസ് ഇവിടെ പറയാനുള്ളത്, ഫിഗർ ഷോസ് ദി ഓപ്പറേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ഇൻവെർട്ടർ ഫോർ ലോ ഇൻപുട്ട്. വെൻ ദ ഇൻപുട്ട് ഈസ് ലോ ദ ഔട്ട്പുട്ട് ജനറേറ്റഡ് വിൽ ബി ഹൈ. അപ്പോൾ നമ്മൾ ബേസിലേക്ക് കൊടുക്കുന്നത് ഒരു ഗ്രൗണ്ട് പൊട്ടൻഷ്യലാണ്, അല്ലെങ്കിൽ 0 വോൾട്ടാണ്, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ആണ് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ തന്നെ ഈ VCCക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പോൾ ലോ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയി, ഹൈ ഇൻപുട്ട് കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് ലോ ആയി. അപ്പം ബേസിക്കലി പറയാം, ഈ സർക്യൂട്ട് നമുക്ക് എന്ത് പറയാം? TTL ഇൻവെർട്ടർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, TTL ഇൻവെർട്ടറിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമുക്ക് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് TTL പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്ന ടോട്ടം പോൾ എന്നുള്ള കേസാണ്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 2 ഇൻപുട്ട് TTL NAND ഗേറ്റ് ടോട്ടം പോൾ കോൺഫിഗറേഷൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ ഞാൻ ട്രാൻസിസ്റ്റർ തൊട്ട് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ KTUയുടെ സിലബസ് പ്രകാരം നിങ്ങൾ ട്രാൻസിസ്റ്റർ എന്താണെന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ പ്രീവിയസ് സെമസ്റ്ററിൽ. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പറേഷൻ മനസ്സിലായാൽ മാത്രമേ നമുക്കിതിൻ്റെ റിയൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ മാത്രമാണ് TTL NAND ഗേറ്റിൻ്റെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, TTL NAND ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോട്ടം പോൾ TTL NAND ഗേറ്റ്. ഫിഗർ ഷോസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് 2 ഇൻപുട്ട് TTL NAND ഗേറ്റ്. ഇറ്റ്സ് ഇൻപുട്ട് സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ എമിറ്റർ ട്രാൻസിസ്റ്റർ ആൻഡ് ഔട്ട്പുട്ട് സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ടോട്ടം പോൾ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ടോട്ടം പോൾ എന്ന് പറയുന്നത്, നമ്മൾ ടോട്ടം പോൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് നിങ്ങൾ നോക്ക്, മൾട്ടിപ്പിൾ എമിറ്റർ ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് AB. ഈ എമിറ്ററിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുകയാണെങ്കിൽ എമിറ്ററിലേക്ക് നമ്മൾ മൾട്ടി ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് 4 പോസിബിൾ വാല്യൂസ് ഇവിടെ കൊടുക്കാം, 0 0 0 1 1 0 ആൻഡ് 1 1 അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഹിയർ Q1 ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ ഹാവിങ് 2 എമിറ്റേഴ്സ്, 1 ഫോർ ഈച്ച് ഇൻപുട്ട് ടു ദി ഗേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ ഈ Q1 സർക്യൂട്ടിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് നമുക്കിവിടെ താഴെ വരച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് മോഡൽ നിങ്ങൾ നോക്കുക. എക്സാക്ട്ലി 2 ഡയോഡുകൾ ഞാൻ റിവേഴ്സ് ബയസ് ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? 2 ഡയോഡുകൾ കാഥോഡ് ആനോഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഒരു 3 ഡയോഡ് നിങ്ങൾക്ക് കാണാം, D2 D3 D4. അപ്പോൾ ഇങ്ങനെയാണ് ടിപ്പിക്കലി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്നതാണ്. നോർമലി നമ്മളൊരു ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇക്വാലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുക അല്ലേ. 2 ഡയോഡുകൾ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും, ഇത് ബേസാണ്. അപ്പോൾ ബേസിലേക്ക് നമുക്ക് അഡീഷണലി ഒരു ഡയോഡും കൂടി വരയ്ക്കാം, കാരണം 2 ഇൻപുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് വരുന്നത്. ഈ ഇക്വാലൻറ്റ് സർക്യൂട്ട്
നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ എത്ര ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്? Q1 എന്നുള്ള ട്രാൻസിസ്റ്റർ, Q2 എന്നുള്ള ട്രാൻസിസ്റ്റർ, Q3 എന്നുള്ള ട്രാൻസിസ്റ്റർ, Q4 എന്നുള്ള ട്രാൻസിസ്റ്റർ. അപ്പോൾ ഞാൻ ഓരോ ഇൻപുട്ട് കണ്ടീഷനിലും എന്തായിരിക്കും Q4ൻ്റെയും Q3ൻ്റെയും കണ്ടീഷൻ എന്ന് പറയാം. ഈ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക, എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ദ ഡയോഡ് D2 ആൻഡ് D3 റെപ്രസെൻറ്റ് 2 എമിറ്റർ ബേസ് ജംഗ്ഷൻ ഓഫ് Q1 ആൻഡ് D4 ഈസ് ദ കളക്ടർ ബേസ് ജംഗ്ഷൻ. അപ്പോൾ ഓൾറെഡി ക്ലിയർ ആണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്കിവിടെ കിട്ടുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. 2 കേസസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി അത് NAND ഗേറ്റ് ആണ്. 4 കേസസ് വരും, 0 0 0 1 1 0 1 1. 1 1ൽ മാത്രം ഔട്ട്പുട്ട് 0 ആയിരിക്കും, ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കേസ് 1 നോക്കാം. കേസ് 1 ഞാൻ പറയുന്നത്, ഇഫ് എയ്തർ A or B or both are low, അതായത് ഏതൊക്കെയാണ് പറയുന്നത്? എയോ ബിയോ ലോ ആണ്, അല്ലെങ്കിൽ രണ്ടും ലോ ആണ്. അതായത് ഫസ്റ്റത്തെ 3 കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ കറസ്പോണ്ടിങ് ഡയോഡ് കണ്ടക്ട് ആൻഡ് ദ ബേസ് ഓഫ് Q1 ഈസ് പുൾ ഡൗൺ ടു അപ്രോക്സിമേറ്റ്ലി 0.7 വോൾട്ട്. ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും, അതുകൊണ്ട് തന്നെ Q1ൻ്റെ ബേസിലേക്ക് 0.7 വോൾട്ട് വരും. ദിസ് റെഡ്യൂസസ് ദി ബേസ് വോൾട്ടേജ് ഓഫ് Q2 ടു ഓൾമോസ്റ്റ് 0. ദെർഫോർ Q2 ഈസ് കട്ട് ഓഫ്. With Q2 is open, Q4 goes into cutoff and the Q3 base is. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഈ 3 കേസിലും 0 0 വരുമ്പോഴും 0 1 വരുമ്പോഴും 1 0 വരുമ്പോഴും എങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ 0 0 വന്നാലും 0 1 വന്നാലും 1 0 വന്നാലും ഈ ഡയോഡിന് ഒരു സ്പെസിഫിക് കണ്ടീഷനാണ് വരിക. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഈ Q4ൻ്റെ സ്റ്റാറ്റസ് മാത്രം തൽക്കാലം പഠിക്കുക. Q4 എന്നുള്ളത് ടേൺ ഓൺ ആവും, Q4 എന്നുള്ളത് ടേൺ ഓഫ് ആവും. Q4 എന്നുള്ളത് ടേൺ ഓഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ +5 വോൾട്ട്, പിന്നെ ഈ Q3 എന്നുള്ളത് ടേൺ ഓൺ ആവും, കാരണം ഏതെങ്കിലും ഒന്ന് ആക്ടിവേറ്റ് ആയാൽ മതിയല്ലോ. അപ്പോൾ Q3 ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ +5 വോൾട്ടാണ് എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? 0 0 വന്നാലും 0 1 വന്നാലും 1 0 വന്നാലും ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. അപ്പോൾ എന്താ കണ്ടീഷൻ? Q3 എന്നുള്ളത് ടേൺ ഓൺ ആവും, Q4 എന്നുള്ളത് ടേൺ ഓഫ് ആവും. Q3 ടേൺ ഓൺ ആണെങ്കിൽ ഈ +5 വോൾട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് വൈയിൽ കിട്ടും. അപ്പോൾ +5 വോൾട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ലോജിക്കൽ ഹൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ 3 കേസിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, 0 0 0 1 ആൻഡ് 1 0. ഇനി അടുത്ത കേസ് നോക്കാം. വെൻ A ആൻഡ് B ബോത്ത് ആർ ഹൈ, ദ എമിറ്റർ ഡയോഡ് ഓഫ് Q1 ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് മേക്കിംഗ് ദം ഓഫ്. ദിസ് കോസസ് ദി കളക്ടർ ഡയോഡ് D4 ടു go into forward conduction. This forces Q2 base to high. In turn, Q4 goes into saturation producing a low output. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. മേ ബി ഈ ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് രണ്ടും 1 ആണ്. 2 ഇൻപുട്ടും 1 ആണെങ്കിൽ എക്സാക്ട്ലി ഈ D2 റിവേഴ്സ് ബയസ് ആയിരിക്കും, D3 റിവേഴ്സ് ബയസ് ആയിരിക്കും. ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത്, നേരത്തെ പോലെയല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ Q4 എന്നുള്ള ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവും, Q3 എന്നുള്ള ട്രാൻസിസ്റ്റർ ടേൺ ഓഫ് ആവും. അപ്പോൾ Q4 ടേൺ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ Q4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യലാണ് എനിക്കിവിടെ ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള കണ്ടീഷൻ. 1 1 എന്നുള്ള കണ്ടീഷനിൽ മാത്രം ഔട്ട്പുട്ട് ലോ ആണ്. 0 0 എന്നുള്ള കണ്ടീഷനിലും 0 1 എന്നുള്ള കണ്ടീഷനിലും 1 0 എന്നുള്ള കണ്ടീഷനിലും ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു TTL ടോട്ടം പോൾ ഔട്ട്പുട്ട് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് കോൺസെപ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് എന്താവും, അതിനനുസരിച്ച് Q3ൻ്റെയും Q4ൻ്റെയും സ്റ്റാറ്റസ് എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രം നിങ്ങൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്റ്റ് കോൺസെപ്റ്റ് പിടികിട്ടാത്തതിനുള്ള കാരണം നമ്മൾ ട്രാൻസിസ്റ്റർ ഡീപ്പായിട്ട് പ്രീവിയസ് സെമസ്റ്ററിൽ പഠിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇങ്ങനെയാണ് TTL NAND ഗേറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഇതേപോലെ ഞാൻ 2 ഇൻപുട്ട് ഗേറ്റ് വരച്ച പോലെ തന്നെ എനിക്കൊരു 3 ഇൻപുട്ട് TTL NAND ഗേറ്റ് വരയ്ക്കാം. 3 ഇൻപുട്ട് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ആകെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന Q1 എന്നുള്ള ട്രാൻസിസ്റ്ററിൽ 2 ഇൻപുട്ടിന് വരെ നമ്മൾ 3 ഇൻപുട്ട് കൊടുക്കും. ബാക്കിയെല്ലാം സെയിം ആണ്. Q2 Q3 Q4ൻ്റെ ഒക്കെ കണ്ടീഷൻ സെയിം ആണ്. അപ്പോൾ ഫസ്റ്റത്തെ 6 കണ്ടീഷനിൽ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 ഈ എല്ലാ കണ്ടീഷനിലും Q4 എന്നുള്ളത് ടേൺ ഓഫ് ആയിരിക്കും. അപ്പോൾ +5 വോൾട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള 1 ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക, ലോജിക്കൽ 1. 3 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് എന്താവും? 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ TTL NAND ഗേറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. 3 ഇൻപുട്ട് വരുന്ന ഒരു TTL NAND ഗേറ്റും 2 ഇൻപുട്ട് വരുന്ന ഒരു TTL NAND ഗേറ്റും എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മാത്രം ഓർത്ത് വയ്ക്കുക. ആ ലാസ്റ്റ് 2 ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും മാത്രം ഓർത്ത് വെച്ചിട്ട് നിങ്ങളതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് ഫിഗർ ഷോസ് ദി
circuit diagram of 3 input NAND gate. It is same as 2 input NAND gate except that Q1 transistor has 3 emitters instead of 2. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് 2 ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ TTL പഠിക്കാനുണ്ട്. അതിലൊന്ന് ടോട്ടം പോളാണ്, ഒന്ന് ഓപ്പൺ കളക്ടറാണ്. അപ്പോൾ ഇത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ സിലബസിൽ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ 2 ഇൻപുട്ട് TTL NAND ഗേറ്റ് ഇൻ ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ സം TTL ഡിവൈസസ് പ്രൊവൈഡ് അനദർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് കോൾഡ് ഓപ്പൺ കളക്ടർ ഔട്ട്പുട്ട്. ദ ഔട്ട്പുട്ട് ഓഫ് 2 ഡിഫറെൻറ്റ് ഗേറ്റ് വിത്ത് open collector output can be tied together. Figure shows the 2 input NAND gate with open collector output eliminate the pull-up transistors Q3, D1 and R4. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു സർക്യൂട്ട് ഉണ്ടായിരുന്നു. ആ സർക്യൂട്ടിൽ ആകെ നമ്മൾ ചേഞ്ച് വരുത്തുന്നത് Q3 എന്നുള്ള ട്രാൻസിസ്റ്ററിന് ചേഞ്ച് വരുത്തും, D1 എന്നുള്ള ഡയോഡ് ഉണ്ടായിരുന്നു അതിന് ചേഞ്ച് വരുത്തും, R4 എന്നുള്ള റെസിസ്റ്ററിന് നമ്മൾ ചേഞ്ച് വരുത്തും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആണ്. The output is taken from open collector terminal of Q4. Q4ൻ്റെ കളക്ടറിൽ നിന്ന് ക്രോസ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു ഒരു ടോട്ടം പോൾ അറേഞ്ച്മെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കോൺസെപ്റ്റ്. ടോട്ടം പോൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞ ഇതായിരുന്നു. 4 ട്രാൻസിസ്റ്റേഴ്സും ഒരു ഡയോഡും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ Q3 കണ്ടക്ട് ചെയ്യുമ്പോൾ 1 എന്നുള്ള ഔട്ട്പുട്ടിൽ കിട്ടും. Q4 കണ്ടക്ട് ചെയ്യുമ്പോൾ 0 എന്നുള്ള ഔട്ട്പുട്ടിൽ കിട്ടും. ഇങ്ങനെയായിരുന്നു ടോട്ടം പോൾ. ഈ ടോട്ടം പോളിൽ നമ്മൾ എന്ത് ചെയ്തു, Q3 എന്നുള്ള ട്രാൻസിസ്റ്ററിനെ റിമൂവ് ചെയ്തു, അതുപോലെ D1 എന്നുള്ള ഡയോഡിനെയും റിമൂവ് ചെയ്തു, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഈ റെസിസ്റ്ററിനെയും എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓപ്പൺ കളക്ടർ NAND ഗേറ്റ് TTL കിട്ടി. Q1 എന്നുള്ളത് അതുപോലെ തന്നെ, Q2 അതുപോലെ തന്നെ, Q4 അതുപോലെ തന്നെ. നമ്മൾ അഡീഷണലി ഏതൊക്കെ സർക്യൂട്ട് നമ്മൾ റിമൂവ് ചെയ്തു എന്ന്, D1 എന്നുള്ള ഡയോഡിനെയും Q3 എന്നുള്ള ട്രാൻസിസ്റ്ററിനെയും R1 എന്നുള്ള റെസിസ്റ്ററിനെയും നമ്മൾ റിമൂവ് ചെയ്തു. നമുക്ക് ഓപ്പൺ കളക്ടർ NAND ഗേറ്റ് TTL അറേഞ്ച്മെൻറ്റ് കിട്ടി. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് TTLന്, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് നോക്കുക. അപ്പോൾ ബേസിക്കലി ബിക്കോസ് ഓഫ് ദി കളക്ടർ Q4 ഈസ് ഓപ്പൺ, എ ഗേറ്റ് ലൈക്ക് വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി അണ്ടിൽ യു കണക്ട് ആൻ എക്സ്റ്റേണൽ പുള്ളപ്പ് റെസിസ്റ്റർ. വെൻ Q4 ഈസ് ഓൺ ദ ഔട്ട്പുട്ട് ഈസ് ലോ. When Q4 is off, output is tied to VCC through an external pull-up resistor. ഒന്നുമില്ല, നമ്മൾ അഡീഷണലി നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഡയറക്റ്റ്ലി ഒരു റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. നമ്മൾ റെക്ടിഫയറും ക്ലിപ്പറും ക്ലാമ്പറൊക്കെ പഠിച്ചപ്പോൾ സെയിം കോൺസെപ്റ്റാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എക്സാക്ട്ലി നമ്മളിവിടെ അഡീഷണലി ഒരു പുള്ളപ്പ് റെസിസ്റ്ററും കൂടി നമ്മൾ ബേസിക്കലി ഔട്ട്പുട്ടിൽ ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് കിട്ടുക. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ പറയുന്നുണ്ട് Q4 എന്നുള്ള ട്രാൻസിസ്റ്റർ ഓൺ ആവുകയാണെങ്കിൽ, വെൻ Q4 വിൽ ബിക്കം ഓൺ, ഔട്ട്പുട്ട് ഈസ് ലോ. Q4 ഓൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യലാണ് ഔട്ട്പുട്ടിലെത്തുക. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, Q4 ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്, Q4 എന്നുള്ള ട്രാൻസിസ്റ്റർ ബേസിക്കലി ഓൺ ആവുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിൽ കിട്ടും 0. Q4 എന്നുള്ളത് സപ്പോസ് ഓഫ് ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്കിവിടെ കിട്ടുന്നത് ഈ പുള്ളപ്പ് റെസിസ്റ്റർ വഴി ഈ +5 വോൾട്ടിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക 1. അപ്പോൾ +5 വോൾട്ട് എന്നുള്ള ലോജിക്കലി ഒരു വോൾട്ടേജാണ്. നമ്മളിപ്പോൾ പക്ഷേ ഡിജിറ്റൽ വാല്യൂസാണ് TTL പറയുക. അതുകൊണ്ടാണ് നമ്മൾ ലോജിക്കൽ 0, ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ വരുമ്പോൾ ലോജിക്കൽ 0, VCC വരുമ്പോൾ ലോജിക്കൽ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ എന്താണ് ഇപ്പോൾ ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷനും ടോട്ടം പോൾ കോൺഫിഗറേഷൻ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് മനസ്സിലായി കാണും. ആകെ ഡിഫറൻസ് എന്താണ്, ആ 3 കോമ്പണൻസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ കളക്ടർ TTL NAND ഗേറ്റ് വരയ്ക്കാം. അപ്പോൾ ലോജിക്ക് ക്ലിയർ ആണല്ലോ. ഇതാണ് TTL ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 2 അറേഞ്ച്മെൻറ്റ് ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് TTL ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാൻഡേർഡ് TTL ക്യാരക്ടറിസ്റ്റിക്സ്, അത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ CMOSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ നമ്മൾ TTLൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, TTLൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുക. TTLൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, fastest among the saturation logic family, the propagation delay time is about 10 nanosecond. അപ്പോൾ നമ്മൾ സാച്ചുറേഷനും അൺസാച്ചുറേഷനും ഒക്കെ പറഞ്ഞിരുന്നു ക്ലാസിഫിക്കേഷനിൽ. സാച്ചുറേഷൻ ലോജിക് ഫാമിലിയിലെ ഏറ്റവും ഹയസ്റ്റ് സ്പീഡ് ഉള്ളത് TTLനാണ്. അതുപോലെ മോഡറേറ്റ് പവർ ഡിസിപ്പേഷൻ, അവൈലബിൾ ഇൻ കൊമേഴ്ഷ്യൽ ആൻഡ് മിലിറ്ററി വേർഷൻ, അവൈലബിൾ ഫോർ വൈഡ് റേഞ്ച് ഓഫ് ഫംഗ്ഷൻ, ലോ കോസ്റ്റ്, മോഡറേറ്റ് പാക്കേജ് ഡെൻസിറ്റി. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ പവർ ഡിസിപ്പേഷൻ ദാൻ CMOS ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. CMOS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ ഡിസിപ്പേഷൻ കൂടുതലാണ്. ലോവർ ഇമ്മ്യൂണിറ്റി
നോയ്സ് ഇമ്മ്യൂണിറ്റി ദാൻ CMOS. CMOSനേക്കാളും നോയ്സ് ഇമ്മ്യൂണിറ്റി കുറവാണ്. ലെസ് ഫാൻ ഔട്ട് ദാൻ CMOS. CMOSനേക്കാളും ഫാൻ ഔട്ടും എന്തിന് കുറവാണ്? TTLന് കുറവാണ്. അപ്പോൾ നമ്മൾ ആദ്യം CMOSൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് TTLൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സും കൂടി നോക്കാനുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത് ബേസിക്കലി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ ടേബിളാണ്. ഈ ടേബിൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലോജിക് ഫാമിലീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ക്വിക്കായിട്ട് പറയാം. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമൈൻ ബൈ ദി ടൈം ബിറ്റ്വീൻ ദി ആപ്ലിക്കേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. രണ്ടാമത്തെയാണ് ഫാൻ ഔട്ട്. ദ നമ്പർ ഓഫ് ലോഡ്സ് ദാറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ഗേറ്റ് ക്യാൻ ഡ്രൈവ്. ഒരു ലോജിക് ഫാമിലിയിൽ മാക്സിമം എത്ര ഗേറ്റിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഫാനിനോട് ഉദ്ദേശിക്കുന്നത്. ഫാൻ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാൻ എന്ന് പറഞ്ഞാൽ ദ മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ലോജിക് ഗേറ്റ്. അപ്പോൾ എത്ര ഇൻപുട്ട് ഉണ്ടെന്നാണ് ഫാനിന് പറയുന്നത്, എത്ര ഔട്ട്പുട്ട് ഉണ്ടെന്നാണ് ഫാൻ ഔട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു പവർ ഡിസിപ്പേഷൻ, പവർ കൺസ്യൂംഡ് പെർ ഗേറ്റ്. ഒരു ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന പവറാണ് പവർ ഡിസിപ്പേഷൻ. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ ദ ആവറേജ് ടൈം ഡിലേ ഫോർ ദ സിഗ്നൽ ടു പ്രൊപ്പഗേറ്റ് ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എത്താൻ എടുക്കുന്ന മൊത്തം ടൈമിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. നോയ്സ് മാർജിൻ, ഇഫ് ദ ലിമിറ്റ് ഓഫ് നോയ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി പ്രസൻറ്റ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദി പ്രോപ്പർ ഓപ്പറേഷൻ ഓഫ് ദി സർക്യൂട്ട് ഈസ് കോൾഡ് നോയ്സ് മാർജിൻ. നമ്മൾ സർക്യൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ എത്രത്തോളം നോയ്സിനെ ഒരു ലോജിക് ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നോയ്സ് മാർജിൻ കൊണ്ട് പറയുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഫിഗർ ഓഫ് മെറിറ്റ് അല്ലെങ്കിൽ പവർ ഡിലേ പ്രൊഡക്റ്റ്. ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് പവർ ഡിസിപ്പേഷൻ ഈസ് കോൾഡ് ഫിഗർ ഓഫ് മെറിറ്റ്. എട്ടാമത്തെ പാരാമീറ്റർ പറഞ്ഞിരുന്നു ലോജിക് സ്വിങ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഹയർ ഔട്ട്പുട്ട് വോൾട്ടേജ് നിന്ന് ലോവർ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന കണ്ടീഷനാണ് ലോജിക് സ്വിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിരുന്നു നോയ്സ് ഇമ്മ്യൂണിറ്റി. ദ മാക്സിമം റേറ്റ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദി ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ തന്നെ മാക്സിമം എത്ര നോയ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നോയ്സ് ഇമ്മ്യൂണിറ്റി കൊണ്ട് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. ഇതിന് പുറമെ നമുക്ക് അഡീഷണലി രണ്ട് പാരാമീറ്റേഴ്സും കൂടി പറയാനുണ്ട്, കറണ്ട് ആൻഡ് വോൾട്ടേജ് പാരാമീറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു ലോജിക് ഫാമിലിയിൽ എന്താണ് കറണ്ട് പാരാമീറ്റർ, എന്താണ് വോൾട്ടേജ് പാരാമീറ്റർ എന്ന് പറയാം. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ കറണ്ട് പാരാമീറ്റേഴ്സ്, ആദ്യം നമുക്ക് വോൾട്ടേജ് പാരാമീറ്റേഴ്സ് നോക്കാം. 4 വോൾട്ടേജ് പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് കാണാം. VIH മിനിമം, VIL മാക്സിമം, VOH മിനിമം, VOL മാക്സിമം. അപ്പോൾ I ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് എന്നാണ്. അപ്പോൾ VIH മിനിമം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. VIL മാക്സിമം എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. L ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലോ, I ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻപുട്ട്. VOH എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. VOL എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ലോ ലെവൽ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, ഹൈ ലെവൽ എന്നുള്ളത് മിനിമം ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, VIH മിനിമം അല്ലെങ്കിൽ ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ. ഇറ്റ് ഈസ് ദി മിനിമം വോൾട്ടേജ് ലെവൽ റിക്വയർഡ് ഫോർ എ ലോജിക് 1 അറ്റ് ആൻ ഇൻപുട്ട്. അതായത് ഒരു ലോജിക് 1 എന്നുള്ള കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് വേണ്ട മിനിമം വോൾട്ടേജിനെയാണ് നമ്മൾ ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുക. ഹൈ ലെവൽ എന്ന് പറയാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോജിക് 1 ആണ്. ഈ ലോജിക് 1ന് വേണ്ട മിനിമം വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. എനി വോൾട്ടേജ് ബിലോ ദിസ് ലെവൽ വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ആസ് ഹൈ ബൈ ദി ലോജിക് സർക്യൂട്ട്. ഇതിന് താഴെയുള്ള ഒരു വാല്യൂസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കുക, രണ്ടാമത്തെയാണ് VIL മാക്സിമം അല്ലെങ്കിൽ ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ലോ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലോജിക്കൽ 0 ആയിരിക്കും. ഇറ്റ് ഈസ് ദി മാക്സിമം വോൾട്ടേജ് ലെവൽ റിക്വയർഡ് ഫോർ എ ലോജിക് 0 അറ്റ് ആൻ ഇൻപുട്ട്. എനി വോൾട്ടേജ് എബോവ് ദിസ് ലെവൽ വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ആസ് എ ലോ ബൈ ദി ലോജിക് സർക്യൂട്ട്. അപ്പോൾ പറയുന്നത് വളരെ ക്ലിയർ ആണ്. നമ്മളൊരു ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ VIL മാക്സിമം എന്ന് പറയുന്നത് ലോജിക് 0ക്ക് വരാവുന്ന ഏറ്റവും മാക്സിമം വോൾട്ടേജ് വാല്യൂവിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. എന്തായിരുന്നു ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്? ഒരു ലോജിക്കൽ 1 ഇൻപുട്ടിന് വരാവുന്ന ഏറ്റവും മിനിമം വാല്യൂവിനെയാണ് നമ്മൾ ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ ലോജിക് 0ക്ക് വരാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ വോൾട്ടേജ് ലെവലിനെയാണ് നമ്മൾ ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അടുത്ത പാരാമീറ്റർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, VOH മിനിമം ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് പോലെ തന്നെയാണ് ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇറ്റ് ഈസ് ദി മിനിമം വോൾട്ടേജ് ലെവൽ അറ്റ് എ ലോജിക് സർക്യൂട്ട് ഔട്ട്പുട്ട് ഇൻ എ ലോജിക്കൽ 1 അണ്ടർ
ഡിഫൈൻ ലോഡ് കണ്ടീഷൻ. ഇപ്പം നമ്മളിപ്പോൾ ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് പറഞ്ഞ പോലെ തന്നെ ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം മിനിമം ഔട്ട്പുട്ട് വോൾട്ടേജ് വരാം ലോജിക് 1-ന്, അതാണ് ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതുപോലെ തന്നെയാണ് ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മാക്സിമം വോൾട്ടേജ് ലെവൽ ഓഫ് എ ലോജിക് സർക്യൂട്ട് ഇൻ എ ലോജിക് 0 അണ്ടർ സ്റ്റേറ്റ് ഓഫ്. അപ്പോൾ ലോജിക് 0ക്ക് വരാവുന്ന ഏറ്റവും മാക്സിമം വോൾട്ടേജിനെ നമ്മൾ ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നും ലോജിക് 1-ന് വരാവുന്ന ഏറ്റവും മിനിമം വോൾട്ടേജിനെ ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നും പറയും. ഇതുപോലെ തന്നെയാണ് കറൻറ്റ് IIH ഹൈ ലെവൽ ഇൻപുട്ട് കറൻറ്റ്, IIL ലോ ലെവൽ ഇൻപുട്ട് കറൻറ്റ്, IOH ഹൈ ലെവൽ ഔട്ട്പുട്ട് കറൻറ്റ്, IOL ലോ ലെവൽ ഔട്ട്പുട്ട് കറൻറ്റ്. 4 കറണ്ടുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തായിരിക്കും ഹൈ ലെവൽ ഇൻപുട്ട് കറൻറ്റ്? ഇറ്റ് ഈസ് ദി കറൻറ്റ് ദാറ്റ് ഫ്ലോസ് ഇൻ ടു ദി ഇൻപുട്ട് വെൻ എ സ്പെസിഫൈഡ് ഹൈ ലെവൽ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദി ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വോൾട്ടേജ് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഹൈ ലോജിക്കൽ 1-ന് വേണ്ട മിനിമം കറണ്ടിനെ നമുക്ക് ഹൈ ലെവൽ ഇൻപുട്ട് കറണ്ട് എന്ന് പറയാം. ഇതുപോലെ ലോജിക്കൽ 0ക്ക് വേണ്ട ഒരു ലോ ലെവൽ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ഈ 4 ഡെഫിനീഷൻസ് നമ്മളിപ്പോൾ വോൾട്ടേജ് എങ്ങനെ പറഞ്ഞോ അതേപോലെ തന്നെ നമുക്ക് കറണ്ടും പറയാൻ പറ്റും. അപ്പോൾ IIH എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഇൻപുട്ട് കറണ്ട്, ലോ ലെവൽ ഇൻപുട്ട് കറണ്ട്, ഹൈ ലെവൽ ഔട്ട്പുട്ട് കറണ്ട്, ലോ ലെവൽ ഔട്ട്പുട്ട് കറണ്ട്. ഒന്ന് ലോജിക് 1-നും ഒന്ന് ലോജിക് 0ക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് വോൾട്ടേജ് പാരാമീറ്ററും കറണ്ട് പാരാമീറ്ററും. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കറണ്ട് ആൻഡ് വോൾട്ടേജസ് ഡിസ്കസ് ചെയ്തു. കറണ്ട് ആൻഡ് വോൾട്ടേജസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് നോയ്സ് മാർജിൻ. ഈ നോയ്സ് മാർജിൻ അന്ന് പറയാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഡിഫറെൻറ്റ് കറണ്ട് ആൻഡ് വോൾട്ടേജ് പാരാമീറ്റേഴ്സ് അന്ന് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. നോയ്സ് മാർജിൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കുക, 2 ബേസിക് ഇക്വേഷനാണുള്ളത്. ഒന്ന് ഹൈ ലെവൽ നോയ്സ് വോൾട്ടേജും ലോ ലെവൽ നോയ്സ് വോൾട്ടേജും, ഇങ്ങനെ 2ആയിട്ട് നമുക്ക് നോയ്സ് മാർജിനെ പറയാം. അപ്പോൾ VOH മിനിമം മൈനസ് VIH മിനിമം ആണ് VNH എന്ന് പറയുന്നത്. എന്താണ് VOH മിനിമം, എന്താണ് VIH മിനിമം? VOH മിനിമം എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് കോൾഡ് നോയ്സ് മാർജിൻ. അതായത് ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിന്ന് ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്ത് എനിക്ക് കിട്ടുന്നതാണ് VNH. ഇതുപോലെ തന്നെയാണ് VNL, VIL മാക്സ് മൈനസ് VOL മാക്സ്. എന്താണ് VIL മാക്സ്? VIL മാക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജിൽ നിന്ന് ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്ന വോൾട്ടേജാണ് ബേസിക്കലി എന്ത്? VNL. അപ്പോൾ 2 രീതിയിൽ നമുക്ക് നോയ്സ് മാർജിൻസ് പറയാമെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. ഒന്ന് VNHും ഒന്ന് VNLും. ഓക്കെ, അപ്പോൾ കറണ്ട് ആൻഡ് വോൾട്ടേജ് പാരാമീറ്റർ വെച്ചിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തല്ലോ. ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് TTL ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ കാണാം. ഈ ടേബിൾ തന്നെയാണ് നമുക്കിപ്പോൾ നമ്മൾ CMOSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ കമ്പാരിസൺ ടേബിൾ വെച്ചിട്ട് TTLൻ്റെയും CMOSൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്, TTLും CMOSും നമുക്ക് ഒരൊറ്റ തവണ പറഞ്ഞാൽ തന്നെ ഇത് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ പാരാമീറ്റേഴ്സ് നമുക്ക് കമ്പാരിസൺ വഴി പറയാം. ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ഇത് തന്നെയാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് നമ്മൾ TTLും CMOSും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ ടേബിളിൽ നിന്ന് നിങ്ങൾ എഴുതണം. ഫസ്റ്റ് ഡിവൈസ് യൂസറാണ് പറയുന്നത്. CMOS ആണെങ്കിൽ ഒരു N ചാനലും P ചാനൽ മോസ്ഫെറ്റുമാണ് യൂസ് ചെയ്യുന്നത്. TTL ആണെങ്കിൽ BJT ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാരാമീറ്റർ നോക്ക്, VIH മിനിമം. ഇതെന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. CMOS ആണെങ്കിൽ 3.5 വോൾട്ട്, TTL ആണെങ്കിൽ 2 വോൾട്ട്. അതുപോലെ VIL മാക്സിമം 1.5 വോൾട്ട്, 0.8 വോൾട്ട്. VOH മിനിമം 4.95 വോൾട്ട്, 2.7 വോൾട്ട്. VOL മാക്സിമം 0.005 വോൾട്ട്, 0.4 വോൾട്ട്. ഈ 4 പാരാമീറ്റേഴ്സ് എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞാണ്, നമ്മൾ ഇനിയും പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഹൈ ലെവൽ നോയ്സ് മാർജിൻ VNH, നമുക്ക് ഓൾറെഡി ഇക്വേഷൻ തന്നെ VNH കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. VNH = 1.45 വോൾട്ട്, TTLൽ 0.4 വോൾട്ട്. ലോ ലെവൽ നോയ്സ് മാർജിൻ അല്ലെങ്കിൽ VNL ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. VNL എന്ന് പറഞ്ഞാൽ 1.45 വോൾട്ട് ഇൻ കേസ് ഓഫ് CMOS. ഇൻ കേസ് ഓഫ് TTL ഇറ്റ് ഈസ് 0.4 വോൾട്ട്. അടുത്താണ് നോയ്സ് ഇമ്മ്യൂണിറ്റി. എത്രത്തോളം നോയ്സിന് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? ബെറ്റർ ദാൻ TTL CMOSൻ്റെ കേസിൽ, TTLൻ്റെ കേസിൽ ലെസ് ദാൻ CMOS. ഓക്കെ, ഇനി പ്രൊപ്പഗേഷൻ ഡിലേ ആണ് പറയുന്നത്. CMOSൻ്റെ കേസിൽ 70 നാനോ സെക്കൻഡാണ് പ്രൊപ്പഗേഷൻ ഡിലേ. TTLൻ്റെ കേസിൽ 10 നാനോ സെക്കൻഡാണ് പ്രൊപ്പഗേഷൻ ഡിലേ. സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത് CMOS ലെസ് ദാൻ TTL ആണ്, ഫാസ്റ്റർ ദാൻ CMOS ആണ് TTL. പവർ ഡിസിപ്പേഷൻ പെർ ഗേറ്റ്, ഓരോ ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് 0.1 മില്ലി വോൾട്ടാണ് CMOSൽ,
10 മില്ലി വോൾട്ടാണ് TTL. സ്പീഡ് പവർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0.7 PG ആണ് സ്പീഡ് പവർ പ്രൊഡക്റ്റ്, 100 PG ആണ് TTL. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പാരാമീറ്റേഴ്സിൽ പറഞ്ഞാണ്. ഫാൻ ഔട്ട് എത്ര ഔട്ട്പുട്ട് സർക്യൂട്ടറി കണക്ട് ചെയ്യാം? CMOSൽ 50 ആണ് ഫാൻ ഔട്ട്, TTLൽ 10 ആണ് ഫാൻ ഔട്ട്. പവർ സപ്ലൈ വോൾട്ടേജ് 3 to 15 വോൾട്ടാണ് CMOSൽ, ഫിക്സ്ഡ് ആണ് TTLൽ. പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ഫ്രീക്വൻസി ഇൻ കേസ് ഓഫ് CMOS, ഇൻക്രീസസ് വിത്ത് ഫ്രീക്വൻസി ഇൻ കേസ് ഓഫ് TTL. രണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്ലിക്കേഷൻ CMOSൻ്റെ അപ്ലിക്കേഷൻ പറയുന്നത് പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ് വേർ ബാറ്ററി സപ്ലൈ ഈസ് യൂസ്ഡ്. നമ്മൾ ബാറ്ററി സപ്ലൈ യൂസ് ചെയ്യുന്ന പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ CMOS യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിലും അതുപോലെ PC യിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ലാപ്പും PC ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മളതിൽ ടൈം നമുക്കറിയാം, നമ്മൾ അപ്ഡേറ്റഡ് ടൈം വരും. അതെന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു CMOS ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ബേസിക്കലി CMOS യൂസ് ചെയ്യാറുണ്ട്. TTL നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലബോറട്ടറി ഇൻസ്ട്രുമെൻറ്റ്സിലാണ് മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? TTL യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ചാർട്ട് തന്നെയാണ് നിങ്ങളെ സിലബസിൽ പറയുന്ന ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ECL ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സിലബസിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ECL എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ECL എങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് ECL കൊടുത്തിട്ടില്ല. അപ്പോൾ ECLൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള CMOSും TTLും പഠിച്ച പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർക്യൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ECLൻ്റെ കേസിൽ. അപ്പോൾ ECL നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എമിറ്റർ കപ്പിൾഡ് ലോജിക്കിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? ECL എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, എമിറ്റർ കപ്പിൾഡ് ലോജിക് ഈസ് എ ഫാസ്റ്റസ്റ്റ് ലോജിക്, ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ ലോജിക് ഫാമിലീസ്. സാച്ചുറേറ്റഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് TTL ആയിരുന്നു, പക്ഷേ മൊത്തം ലോജിക് ഫാമിലീസ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റർ ഏതാണ്? ECL ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കറൻറ്റ് മോഡ് ലോജിക്. ഓക്കെ, ദ ഡിസൈൻ ഓഫ് ECL സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് റെസിസ്റ്റർ. മറ്റേ ട്രാൻസിസ്റ്റർ അലോൺ ആയിരുന്നു, ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും ആണ് ECL നമ്മൾ യൂസ് ചെയ്യുക. എമിറ്റർ കപ്പിൾഡ് ലോജിക് ഫാമിലി ഈസ് ആൻ ഇൻക്രെഡിബിൾ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് 1 നാനോസെക്കൻഡ്. ദ ഡിലേ ഈസ് മോർ റെഡ്യൂസ്ഡ് ഇൻ ദി ലേറ്റസ്റ്റ് ECL ഫാമിലീസ്. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ECL ഇൻവേർട്ടർ സർക്യൂട്ട്. ജസ്റ്റ് നമുക്ക് ECLൻ്റെ ഒരൊറ്റ സർക്യൂട്ട് പഠിക്കാം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഇൻവേർട്ടർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ദ സർക്യൂട്ട് ഷോൺ ഇൻ ദി figure represent emitter coupled logic of an inverter. It has 2 NPN transistor connected in differential single ended input mode. അപ്പോൾ രണ്ട് ബേസിക് ട്രാൻസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡിഫറൻഷ്യൽ സിംഗിൾ എൻഡഡ് ഇൻപുട്ട് മോഡ്. അതായത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെയും എമിറ്റേഴ്സ് നമ്മൾ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്ക്, ബോത്ത് ദി എമിറ്റേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ വിത്ത് ദി കോമൺ റെസിസ്റ്റൻസ് RE. ഇറ്റ് ഹാസ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദി ട്രാൻസിസ്റ്റർ ഫ്രം എൻറ്ററിങ് ഇൻ ടു സാച്ചുറേഷൻ. ഇറ്റ് ഹാസ് 2 ഔട്ട്പുട്ട്, ഇൻവേർട്ടിംഗ് ഔട്ട്പുട്ട് Vout1 ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഔട്ട്പുട്ട്. VIN ഈസ് ദി ഇൻപുട്ട് ടെർമിനൽ വെർ ലോ ഓർ ഹൈ ഇൻപുട്ട് ഈസ് ഗിവൺ. അപ്പോൾ ഒന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം, രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് നമുക്ക് രണ്ട് ഔട്ട്പുട്ട് വരും. 0 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 വരും, 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 0 വരും. ഡീറ്റെയിൽഡ് വർക്കിംഗ് ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. രണ്ട് ഇൻപുട്ടുകൾ കാണാം, രണ്ട് ബേസിലേക്കും കോമൺ ആയിട്ട് വരുന്ന ഇൻപുട്ടാണ്. ആ ഇൻപുട്ട് നമ്മൾ ലോ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൽ ഒരു ഔട്ട്പുട്ടാണ് ആക്ടിവേറ്റ് ആവുക, ഹൈ ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആവും, അല്ലെങ്കിൽ ലോ ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആവും നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി. When the input is high, it will turn on the transistor Q1 but not saturated, and the transistor Q2 is turned off. This will put in the output Vout2 to the high to drop in the resistance R1. അപ്പോൾ ഒന്നുമില്ല, 0 കൊടുക്കുമ്പോൾ ഹൈ കിട്ടും എന്നാണ് പറയുന്നത്, അതുപോലെ ഹൈ കൊടുക്കുമ്പോൾ ലോ കിട്ടും എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ECL ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ECL എന്താണെന്ന് മാത്രം, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സിലബസിൽ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇൻവേർട്ടർ സർക്യൂട്ടെങ്കിലും നിങ്ങളൊന്ന് വരച്ച് പഠിക്കാം ECLൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ECLലും ഇതുപോലെ നമുക്ക് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് നോക്കണം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കണം. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലിയാണ്, ഏറ്റവും ലോ പ്രൊപ്പഗേഷൻ ഡിലേ വരുന്ന ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലിയാണ് ECL. ഡിസഡ്വാൻറ്റേജ് ഹൈ കോസ്റ്റ്, ലോ നോയ്സ് മാർജിൻ, ഹൈ പവർ ഡിസിപ്പേഷൻ ആൻഡ് പ്രോബ്ലം ഓഫ് കൂളിങ്ങിന് പ്രോബ്ലം വരും. ഇതൊക്കെയാണ് ECLൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം.
അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു, സാച്ചുറേഷൻ റീജിയനിലേക്ക് പോവില്ല ഒരിക്കലും ട്രാൻസിസ്റ്റർ. അതിനാണ് നമ്മളതിൻ്റെ അറേഞ്ച്മെൻറ്റ് അങ്ങനെ കണക്ട് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ നെവർ സാച്ചുറേറ്റ്. സോ സ്പീഡ് ഈസ് ഹൈ വിത്ത് പ്രൊപ്പഗേഷൻ ഡിലേ 1 നാനോസെക്കൻഡ്. ലോജിക് ലെവൽസ് ആർ നെഗറ്റീവ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് ലെവൽസ് നെഗറ്റീവാണ്. 0.9 വോൾട്ട് ഫോർ ലോജിക് 1 ആൻഡ് -1.7 വോൾട്ട് ലോജിക് 0. അപ്പോൾ മറ്റേതൊക്കെ പോസിറ്റീവ് ലോജിക്കാണ്, ഇവിടെ മാത്രം നമ്മൾ നെഗറ്റീവ് ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. നോയ്സ് മാർജിൻ ഈസ് ലെസ്, എബൌട്ട് 250 മില്ലി വോൾട്ട്. ദിസ് മേക്സ് ECL unreliable for use for heavy industrial environment. നോയ്സ് മാർജിൻ കുറവായതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ECL സർക്യൂട്ട് പ്രൊഡ്യൂസസ് ദി ഔട്ട്പുട്ട് ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്, ദർഫോർ ഇറ്റ് എലിമിനേറ്റ് ദി നീഡ് ഓഫ് ഇൻവെർട്ടർ. ഒരേപോലെ തന്നെ ഒരു സർക്യൂട്ടും അതിൻ്റെ ഔട്ട്പുട്ടും അതിൻ്റെ ഇൻവെർട്ടർ ഔട്ട്പുട്ടും ECL അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ 2 ഔട്ട്പുട്ടുള്ളതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഔട്ട്പുട്ടും കൂടി നമുക്ക് ജനറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇൻവെർട്ടറിന് സ്പെസിഫിക് ആയിട്ടൊരു അറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഫാൻ ഔട്ട് ഈസ് ലാർജ് ബിക്കോസ് ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഈസ് ലോ, ഇറ്റ് ഈസ് അബൌട്ട് 25. പക്ഷേ CMOSനേക്കാളും കുറവാണ്, എന്നാലും ഫാൻ ഔട്ട് TTLനേക്കാളും കൂടുതലാണ്. ദ പവർ ഡിസിപ്പേഷൻ പെർ ഗേറ്റ് ഈസ് ലാർജ്. പവർ ഡിസിപ്പേഷൻ ഈക്വൽ ടു 40 മില്ലി വാട്ട് ആണ്. ദ ടോട്ടൽ കറണ്ട് ഫ്ലോ ഇൻ ECL ഈസ് മോർ ഓർ ലെസ് കോൺസ്റ്റൻറ്റ്, സോ നോ നോയ്സ് സ്പൈക്സ് വിൽ ബി ഇൻറ്റേർണലി ജനറേറ്റഡ്. ഇതൊക്കെയാണ് ഒരു ECLൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയെന്ന് പറഞ്ഞു. CMOSൻ്റെ ഇൻവെർട്ടർ, CMOSൻ്റെ NAND ഗേറ്റ്, NOR ഗേറ്റ് ഒക്കെ പറഞ്ഞു. TTL പറഞ്ഞു. TTL 2 ടൈപ്പ് ഏതൊക്കെയായിരുന്നു? ടോട്ടം പോളും ഓപ്പൺ കളക്ടറും. ഇതിൽ രണ്ടിലും NAND അറേഞ്ച്മെൻറ്റും അതുപോലെ ഇൻവെർട്ടർ അറേഞ്ച്മെൻറ്റും നമ്മൾ പറഞ്ഞു. അതിൻ്റെ ബേസിക് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് പറഞ്ഞു. TTLും CMOS നമ്മൾ കമ്പയർ ചെയ്തു. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞു. ECL വളരെ ക്വിക്കായിട്ട് നമ്മൾ പറഞ്ഞു. ECLൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സും ബേസിക് സർക്യൂട്ടും എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് നമ്മളെ മോഡൽ എക്സാമിന് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. യൂണിവേഴ്സിറ്റി പറയുന്നത് എങ്ങനെയാണ് ഇതിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് നോക്കാം, ലോജിക് ഫാമിലീസ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ KTU ഓൾറെഡി അവരുടെ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണുന്നത്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളെ ലോജിക് ഫാമിലീസ് ബേസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്ക്, പാർട്ട് A ആണ് നമ്മൾ പറയുന്നത്. പാർട്ട് എയിൽ 9th ക്വസ്റ്റ്യനും 10th ക്വസ്റ്റ്യനും ലോജിക് ഫാമിലീസായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. 5th മൊഡ്യൂളാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. അപ്പോൾ ലോജിക് ഫാമിലീസ് നിങ്ങൾ നോക്ക്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡിഫൈൻ ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട് ഓഫ് ലോജിക് ഫാമിലി. ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഇൻപുട്ടാണ് ഫാൻ ഇൻ, എത്ര ലോഡുകൾ അറ്റ് എ ടൈം കണക്ട് ചെയ്യാമെന്നാണ് ഫാൻ ഔട്ട് കൊണ്ട് പറയുന്നത്. രണ്ടാമത്തെ നോക്ക്, ഡിഫൈൻ നോയ്സ് മാർജിൻ ആൻഡ് ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ഇറ്റ്. നോയ്സ് മാർജിനെ ഡിഫൈൻ ചെയ്യാൻ, നോയ്സ് മാർജിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ 2 ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്, VNHും VNLും. ഇത് വെച്ചിട്ട് നമുക്ക് ലോജിക് ഫാമിലീസിലെ നോയ്സ് മാർജിൻ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ നോക്ക് പാർട്ട് ബിയിൽ മൊഡ്യൂൾ 5 വരുന്നത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് TTL വിത്ത് ഓപ്പൺ കളക്ടർ ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ. ഓപ്പൺ കളക്ടർ ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ വെച്ചിട്ടുള്ള TTL സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് NAND ഗേറ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. NAND ഗേറ്റ് ആണ് സിലബസിൽ പറയുന്നുള്ളൂ. ഓക്കെ, ചോദിച്ചിരിക്കുന്ന 8 മാർക്കിനാണ്. അപ്പോൾ സെക്കൻഡ് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കുക. 19th B, ഡ്രോ ECL ബേസിക് ഗേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. ECLൻ്റെ ഏറ്റവും ബേസിക് ഗേറ്റ് നമ്മളിപ്പോൾ പഠിച്ചോ, അത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 6 മാർക്കിന്. അപ്പോൾ ഇതിൽ മാക്സിമം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ ECLൽ നിന്ന്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കുക. 20A എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് CMOS ലോജിക് സർക്യൂട്ട് കോൺഫിഗറേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഡീറ്റെയിൽ. 8 മാർക്കിന്. CMOS ലോജിക് സർക്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോറും നാൻഡും നോട്ടും വരയ്ക്കുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും 2 കോൺഫിഗറേഷൻസ് നിങ്ങൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 20ൽ B നോക്കുക. കമ്പയർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് TTL ആൻഡ് ECL ഡിജിറ്റൽ ലോജിക് ഫാമിലീസ്. ഒന്നുമില്ല, അതിൻ്റെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയാം. നമ്മൾ ECLൽ ഓൾറെഡി പറഞ്ഞു. നമ്മൾ കമ്പാരിസൺ പഠിച്ചത് CMOSും TTL ആണെങ്കിലും ECLൽ നമ്മൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അപ്പോൾ ECLൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും TTLൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൽ 6 മാർക്ക് ആയതുകൊണ്ട് മിനിമം 6 പോയിൻ്റെങ്കിലും ഉണ്ടാവണം. അത് നമുക്ക് അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേയും ഫാൻ ഔട്ടും VIHും VOHും ആ പാരാമീറ്റേഴ്സൊക്കെ ഏതെങ്കിലും ഒരു 6 7 പോയിൻറ്റുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതോടെ നമ്മൾ ECയുടെ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനൊക്കെ ഞാൻ മൊത്തത്തിൽ ചെയ്തു തരാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, താങ്ക് യു.